വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്ന് അന്യായമായി കുടിയിറക്കപ്പെട്ട കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ ഭൂപ്രശ്നം പരിഹരിക്കാൻ വീണ്ടും സർക്കാർ ഇടപെടൽ. കളക്ടർ DR മേഘശ്രീയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കാഞ്ഞിരത്തിനാൽ കുടുംബം. വനംവകുപ്പ് പിടിച്ചെടുത്ത ഭൂമിക്കായി വയനാട് കളക്ടറേറ്റിന് മുന്നിൽ കാഞ്ഞിരത്തിനാൽ ജെയിംസ് നടത്തുന്ന അനിശ്ചിതകാല സമരം 3500 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി ജില്ലാ ഭരണകൂടം ശ്രമം തുടങ്ങിയത്. 1967 കാഞ്ഞിരത്തിനാൽ ജോർജും സഹോദരൻ ജോസും ചേർന്ന് വിലയ്ക്ക് വാങ്ങിയ 12 ഏക്കർ ഭൂമിയാണ് വനംവകുപ്പ് പിടിച്ചെടുത്തത്. 2008 കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ കുടുംബം ഭൂമിയിൽ നിന്നും അടിച്ചിറക്കപ്പെട്ടു. തുടർന്ന് തലമുറകളായി കുടുംബം സമരപാതയിലാണ്. തങ്ങളുടെ ഭൂമി വനനിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന കാര്യം കുടുംബം ബന്ധപ്പെട്ടവരെ അറിയിച്ചു. വനംവകുപ്പ് പിടിച്ചെടുത്ത തങ്ങളുടെ ഭൂമി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞിരത്തിനാൽ കുടുംബം 5 പതിറ്റാണ്ടോളമായി സമരത്തിലാണ്. കളക്ടറേറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ജെയിംസിന്റെ പോരാട്ടം 3500 ദിവസം പിന്നിട്ടു. ജോർജിന്റെ മകൾ ട്രീസ, മരുമകൻ ജെയിംസ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി നടന്ന യോഗത്തിൽ പ്രതീക്ഷയുണ്ടെന്നും പിടിച്ചെടുത്ത ഭൂമിയുടെ വില നൽകുകയാണെങ്കിൽ അത് കോടതിയെ അറിയിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന കാര്യം കുടുംബം യോഗത്തിൽ അറിയിച്ചു. അതിനു മുമ്പ് വില കിട്ടിയാൽ നിയമക്കുരുക്ക് വരുമെന്ന ആശങ്കയും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ജെയിംസ് പ്രതികരിച്ചു. അത് 112 ഏക്കർ സ്ഥലം വരും. അതിനകത്ത് ഏതോ കുറേ സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭൂമിയുടെ അളവൊപ്പിക്കാനാണ് നമ്മളുടെ ഭൂമി അവർ ഒരു രേഖ റദ്ദുകളിൽ വിധി ഉണ്ടാക്കി, കള്ള സ്കെച്ച് ഉണ്ടാക്കി, വ്യാജ റെക്കോർഡ് ഉണ്ടാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആ ഭൂമി അല്ല ഈ ഭൂമി എന്ന് നമ്മൾ സാറിന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ പണം നൽകുകയാണോ? ആ പണം നൽകാനുള്ള ഓപ്ഷൻ തരണമെങ്കിൽ, പണം തരികയാണെങ്കിൽ നമ്മൾ പറയുന്നത് കോടതി ആദ്യം അറിയിക്കണം. പണം കൊടുക്കുന്നുണ്ട് എന്ന വിവരം കോടതി അറിയിക്കണം, അല്ലാതെ നമ്മൾ സമ്മതിക്കില്ല. കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ കമ്മീഷനെ നിയോഗിക്കണമെന്ന് മുൻ കളക്ടർ ഡോക്ടർ രേണുരാജ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. അല്ലെങ്കിൽ വിജിലൻസ് പോലെയുള്ള ഏജൻസിയെ കൂടുതൽ അന്വേഷണത്തിന് നിയോഗിക്കണമെന്നും റിപ്പോർട്ടിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. കുടുംബാംഗങ്ങളുമായി നേരിൽ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കളക്ടറായിരിക്കെ ഡോക്ടർ രേണുരാജ് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയത്. മുൻപ് ഒട്ടേറെ തവണ ജില്ലാ ഭരണകൂടം നൽകിയ റിപ്പോർട്ടുകളെല്ലാം കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് അനുകൂലമായിരുന്നു. അമൃത ന്യൂസ്, വയനാട്.